हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ്ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗം 46-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. തപസ്വിഭ്യ അധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധിക കർമ്മിഭ്യശ്ച അധികോ യോഗി തസ്മാദ് യോഗി ഭവാർജുന. മലയാളം: തപസ്വി കർമ്മഠൻ ജ്ഞാനി ഇവരിൽ ശ്രേഷ്ഠനാണവൻ, ഉത്കർഷത്തെ അറിഞ്ഞെന്നു യുക്തനായി തീരുകർജുന. യോഗി, ധ്യാനയോഗി. തപസ്വിഭ്യ അധിക, വെറും തപസ്വികളേക്കാൾ ശ്രേഷ്ഠനാണ്. വെറുതെ തപസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഫലം സിദ്ധിക്കാൻ വേണ്ടി മാത്രം ഫലം ആഗ്രഹിച്ച് തപസ് ചെയ്യുന്ന യോഗികളേക്കാൾ ശ്രേഷ്ഠനാണ്. ജ്ഞാനിഭ്യ അഭി അധിക, ചിലർ അറിവ് നേടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ടാവും, വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ. അങ്ങനെയുള്ള പണ്ഡിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. കർമ്മിഭ്യശ്ച യോഗി, കർമ്മികളേക്കാൾ യോഗിയാണ്. കർമ്മ കാര്യങ്ങൾ, യജ്ഞം പോലെയുള്ള കർമ്മങ്ങൾ, തപസ്, പൂജ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ നമ്മളുടെ ആചാരങ്ങൾക്കനുസരിച്ച്. അതെല്ലാം ഫലപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠനാണ്. കർമ്മിഭ്യശ്ച യോഗി അധിക മതഃ തസ്മാത് അർജുന, അതുകൊണ്ട് അർജുന യോഗീ ഭവ, നീ ധ്യാനയോഗിയായി ഭവിക്കൂ, അല്ലെങ്കിൽ അതിൽ ധ്യാനയോഗിയായി മാറൂ. അപ്പം നമ്മൾക്ക് തരുന്ന ഒരു താക്കീതും കൂടെയാണ് അത്. ഇതെല്ലാം കാരണം ഒരു ധ്യാനയോഗി ആരെക്കാളൊക്കെ ശ്രേഷ്ഠനാണെന്നാണ് പറയുന്നത്. അപ്പം തപസ്വികളേക്കാൾ ശ്രേഷ്ഠനാണ്. വെറുതെ കുറേ തപസ് ചെയ്യുക, പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അസുരന്മാർ പോലും തപസ് ചെയ്യാറുണ്ടല്ലേ. ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ തപസ് ചെയ്തിരുന്നത്. അപ്പോൾ ഭഗവാന്റെ ഒരു സഹായം ആവശ്യമാണ്. എൻ്റെ ആഗ്രഹം നിറവേറണമെങ്കിൽ തപസ് ചെയ്യുന്നു, പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തുന്നു, തപസ് ചെയ്യുന്നു, മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. അങ്ങനെ തൻ്റെ ആഗ്രഹ പൂർത്തീകരണമാണ്. അതിനു വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന ആൾക്കാരെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠനാണ് ധ്യാനയോഗി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റ് ചില ആൾക്കാരാണെങ്കിൽ അറിവ് നേടാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിവ് കൂടും, യാതൊരു സംശയവുമില്ല. എത്രയും വായിക്കുന്നു. പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ മാതിരി വായിച്ചവൻ വളരും, വായിക്കാത്തവൻ വളയും എന്ന് പറഞ്ഞ മാതിരിയാണ്. അതുപോലെ നമ്മൾ എത്ര വായിക്കുന്നോ അത്രയും അറിവ് നമുക്ക് കൂടും. അറിവ് കൂടുന്നവർ പക്ഷേ ചിലർ എന്തു ചോദിച്ചാലും അവർക്കറിയാം. നാരായണീയം കാണാതെ അറിയാം, ഭഗവത്ഗീത അറിയാം, ഭാഗവതം മുഴുവനായിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ സംശയം ചോദിക്കുന്നോ അതെല്ലാം അവർക്കറിയാം. ആ അറിവ് വെച്ചിട്ട് ഞാനാണ് കേമൻ, എനിക്കിതെല്ലാം അറിയുമല്ലോ എന്ന് വിചാരിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠനാണ് ഈ ധ്യാനയോഗി. കാരണം അവർക്ക് അറിവ് നേടി, പക്ഷേ ആ അറിവ് നേടിയത് അവരൊരു കേമത്തമായിട്ട് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവരെക്കാൾ നല്ലതാണ് ധ്യാനയോഗം. ഇനി അടുത്തത് കർമ്മികളാണ്. അപ്പോൾ കർമ്മം ചെയ്യുന്നത് നമ്മളെല്ലാവരും നമ്മൾ ലൗകികന്മാരെ പോലെ ഫലം ഇച്ഛിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്. തേങ്ങ ഉടയ്ക്കുന്നത് എന്തിനാണ്? നാളെ എനിക്ക് ഒരു പരീക്ഷ പാസ്സാവാനാണ് ഞാൻ ഇന്ന് അമ്പലത്തിൽ തേങ്ങ ഉടയ്ക്കുന്നത്. അല്ലെങ്കിൽ ഈ പൂജ നടത്തുന്നത് എന്തിനാണ്? സന്താനങ്ങളില്ല, സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത്. ഇനി വേറൊരു അമ്പലത്തിൽ പോയി വേറൊരു പൂജ ചെയ്യുന്നു, എൻ്റെ ദുരിതങ്ങൾ അവസാനിക്കാനാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെക്കാളിലൊക്കെ എത്രയോ ശ്രേഷ്ഠനാണ് ഈ ധ്യാനയോഗി. അപ്പോൾ ധാരാളം വ്രതങ്ങൾ, കർമ്മങ്ങൾ എന്ന് പറഞ്ഞ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം വ്രതങ്ങൾ അനുഷ്ഠിക്കും, ഉപവസിക്കുന്നു. ശരീരത്തിന് ഭക്ഷണമേ ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. രാവിലെ എന്താ ഒന്നുമില്ല, വൈകുന്നേരം ഉച്ചയ്ക്കോ അതെന്തെങ്കിലും ഫ്രൂട്ട്സ് തിന്നും, രാത്രിയോ അത് ഞാൻ ചിലപ്പോൾ ഒരു ചപ്പാത്തി തിന്നും, അല്ലെങ്കിൽ പാൽ കുടിക്കും, ഇത്രയേ ഉള്ളൂ. അങ്ങനെ എത്രയോ ദിവസങ്ങൾ കേട്ടോ, ഒരു ദിവസമൊന്നുമല്ല, അങ്ങനെ എത്രയോ ദിവസങ്ങൾ അങ്ങനെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് വരെ ശോഷിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും കഠിനമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. ഈ കർമ്മം ചെയ്യുന്നത് എന്തിനാണ്? ഇതെല്ലാം
ആചാരങ്ങളാണ്. എനിക്ക് പൂജ ചെയ്യുന്നു, എനിക്കും നന്മ വരണം, മറ്റുള്ളവർക്കും നന്മ വരണം എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നന്മ വന്നില്ലെങ്കിലും എനിക്കതുകൊണ്ട് മെച്ചമുണ്ടാവണം. എനിക്ക് 2 തരത്തിലുള്ള മെച്ചം ഉണ്ടാവണം. സാമ്പത്തിക മെച്ചം ഉണ്ടാവണം, അതുമാത്രമല്ല എനിക്ക് എൻ്റെ ആഗ്രഹ പ്രാപ്തി നേടണം. അങ്ങനെയെല്ലാം കർമ്മം ചെയ്യുന്നവരെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠനാണ് ഒരു യോഗി. അപ്പോൾ ഒരു ചെറിയ സംശയം വരും, അപ്പോൾ പിന്നെ ഇതൊന്നും വേണ്ടേ, തപസ്സൊന്നും വേണ്ടേ, ഉപാസനയും ഉപവാസവും ഇതൊന്നും വേണ്ടേ? വേണം. ഇതൊക്കെ ധ്യാനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള ഘടകങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം അതിന് തുല്യമല്ല, ധ്യാനത്തിന് തുല്യമാവുന്നില്ല, അതിനെ സഹായിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് അർജുന, നീ ഏറ്റവും ഇഷ്ടം ഇവരെക്കാളിലൊക്കെ, ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെക്കാളിലൊക്കെ എനിക്കിഷ്ടം ഒരു ധ്യാനയോഗം അഭ്യസിക്കുന്ന ആളെയാണ്. അതുകൊണ്ട് അർജുന, നീ ധ്യാനയോഗിയായി തീർന്നാലും. തസ്മാത് അർജുന യോഗീ ഭവ. ഉപവാസം എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക എന്നാണ്, ഭഗവാന്റെ അടുത്ത് വസിക്കുക എന്നാണ്. നമ്മൾ വേറെ അർത്ഥത്തിലാണ് ഉപവാസം എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ലയിച്ച്, ഭഗവാനിൽ തന്നെ ലയിച്ച്, മനസ്സുകൊണ്ട് ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് യോഗി. അവരെയാണ് എനിക്കിഷ്ടം എന്നൊന്നും കൂടെ ഈ പദ്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അവസാനത്തെ പദ്യമാണ് ഈ അധ്യായത്തിലെ ധ്യാനയോഗം എന്നുള്ള അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത്. യോഗിനാമപി സർവേഷാം മദ്ഗതേനന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മത. മലയാളം: എന്നിലെല്ലാം സമർപ്പിച്ചിട്ടെന്നെ തന്നെ ഭജിപ്പവൻ ശ്രദ്ധാലുവാം യോഗി എനിക്കേറ്റമേറ്റം പ്രിയങ്കരൻ. വളരെ നന്നായിട്ടാണ് മലയാളം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചൊല്ലുമ്പോഴേക്കും തന്നെ അർത്ഥം മനസ്സിലാവും. ശ്രദ്ധാവാൻ, ശ്രദ്ധാപൂർവം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, മദ്ഗതേന അന്തരാത്മന, എന്നിൽ മനസ്സുറപ്പിച്ച്, യഹ മാം ഭജതേ, ആരാണോ എന്നെ ഭജിക്കുന്നത്, സഹ സർവേഷാം യോഗിനാം അഭി, എല്ലാ യോഗികളിലും വെച്ച്, യുക്തതമഹ മേ മതഃ, ഉത്തമയോഗിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആത്മസാക്ഷാത്കാരം നേടുക എന്ന് പറഞ്ഞാൽ അതിലേക്ക് തപസ് വേണം, ഉപാസന വേണം, പല ഘട്ടങ്ങളുണ്ട് അല്ലേ. ആ ഘട്ടങ്ങളെ പറ്റിയിട്ടൊക്കെ, ധ്യാനയോഗത്തിൻ്റെ ഘട്ടങ്ങളെയൊക്കെ ഭഗവാൻ വിവരിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനമാണ് നമ്മൾ ധ്യാനയോഗത്തിലെത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിനെ ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിട്ട് ഏകാഗ്രത നേടണം, അല്ലെങ്കിൽ ഏകാഗ്രമാക്കണം. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഒരു രൂപം മനസ്സിൽ തോന്നണം. പിന്നീട് ആ രൂപത്തെ നോക്കി നമ്മൾ ധ്യാനം അവലംബിക്കണം. അതിനെങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യണം, നമ്മുടെ ഇരിപ്പിടം എങ്ങനെയുള്ളതാണ്, ഇതെല്ലാം നമ്മൾ ഈ അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ധ്യാനയോഗി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇനി എത്തിക്കഴിഞ്ഞാലും അതിൽ തന്നെ ധ്യാനയോഗികളിൽ തന്നെ പലരുമുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരാണ് അതിൽ വെച്ച് ഉത്തമൻ എന്നാണ് പറയുന്നത്. ധ്യാനയോഗം പരിശീലിക്കുന്ന എല്ലാവരും ഈ കടമ്പകളൊക്കെ കടന്നിട്ടുണ്ടാവും. പക്ഷേ മനസ്സും ബുദ്ധിയും പരമാത്മാവിൽ ഉറപ്പിച്ച് ശ്രദ്ധാപൂർവം ഭഗവാനെ തന്നെ ഭജിക്കുന്നവനാണ് ധ്യാനയോഗിയിൽ വെച്ച് ഏറ്റവും ഉത്തമൻ. മദ്ഗതാനന്തരാത്മാന ശ്രദ്ധാവാൻ ഭജതേ യഹ മാം സമേ യുക്തതമോ മതഃ എന്നാണ്. അപ്പോൾ ആരാണോ എന്നിൽ മാത്രം, ഭഗവാനിൽ മാത്രം ചിന്തിച്ച് ധ്യാനം ചെയ്യുന്നത്, വെറുതെ കണ്ണടച്ചിരുന്നുകൊണ്ട് ധ്യാനമാവില്ല, അങ്ങനെ ചെയ്യുന്നവരെയാണ് യോഗികളിൽ വെച്ച് ഉത്തമനെന്ന് പറയുന്നത്. ആദ്യം മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചതിന് ശേഷം, അത് തുടക്കമാണ്, പിന്നെ മനസ്സ് മുഴുവനായിട്ടും പരമാത്മാവിൽ ലയിപ്പിക്കാനുള്ളൊരു കഴിവും കൂടെ എത്തണം.
അവിടുന്നും ഇവിടുന്നും ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്ന് മാറ്റി ഒരു പ്രത്യേക ബിന്ദുവിൽ പരമാത്മാവിൽ കേന്ദ്രീകരിക്കുക, എന്നിട്ട് അതിൽ ലയിപ്പിക്കുക. ആ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരമാനന്ദം വരും എന്നാണ് നമ്മൾ പഠിച്ചത്. ആ പരമാനന്ദം കൈവരിക്കണം. അങ്ങനെ എത്തുമ്പോഴാണ് ധ്യാനം, അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ അവസാനം അതാണ്. അപ്പോൾ ശ്രദ്ധാപൂർവം ആത്മാവിനെ ഭജിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്ന് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ച് തന്നെ പറയാണ്. സാധാരണ നമ്മൾ ഭജന എന്നൊക്കെ പറയുമ്പോൾ കുറേ പൂജയുണ്ടാവും, കുറേ നാമം ഉണ്ടാവും. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് പൂജാരി ചിലപ്പോൾ ചടങ്ങുകൾ നടത്തും, അല്ലേ? എല്ലാവരും ദക്ഷിണ അർപ്പിക്കുമല്ലോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ളത് വിശ്വാസമാണത്. അപ്പോൾ അത് അർപ്പിച്ചതുകൊണ്ട് എനിക്ക് ഗുണം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നാമസങ്കീർത്തനങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും ഉറക്കെ നാമം ചെല്ലുന്ന സമയത്ത്, ഇപ്പോൾ നാരായണീ ആയാലും ഭഗവത്ഗീത ആയാലും കൂട്ടവായന, അതിനൊക്കെ ശരിക്കും അന്തരീക്ഷത്തിൽ കുറേ എയർ മോളിക്യൂൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ അത് വളരെ നല്ലൊരു എനർജി, പോസിറ്റീവ് എനർജി നമുക്ക് തരും. അതാണ് അതിൻ്റെ സയൻറ്റിഫിക് റീസൺ. അപ്പോൾ അങ്ങനെയുള്ള വായനകൾ നല്ലതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഭഗവാൻ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യം സത്യത്തിലില്ല. കാരണം എല്ലാം ഞാനാണെന്ന് മനസ്സിലാക്കി എന്നിൽ മാത്രം ചിത്തമുറപ്പിച്ച് ധ്യാനയോഗം ആരംഭിക്കുകയേ വേണ്ടൂ. മറ്റുള്ളതൊന്നും വേണമെന്നില്ല. പക്ഷെ നമുക്കത് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട്, അത്രയ്ക്കും ശ്രദ്ധ നമുക്ക് കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പൂജകൾ ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരനിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്, അർപ്പിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഭജനയിലൂടെ ചെയ്യേണ്ടത്. അങ്ങനെ ഭഗവാനിൽ എത്തുന്നു. അവസാനം ഈ ജീവൻ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ധ്യാനയോഗികളിൽ വെച്ചിട്ട് ഉത്തമനെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ 6-ാമത്തെ അധ്യായം കഴിഞ്ഞു. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മെയിനായിട്ട് ധ്യാനയോഗം എന്നാണ് ഹെഡിങ്. അപ്പോൾ ഏകാന്തമായിട്ടുള്ള സ്ഥലത്തിരുന്ന് എങ്ങനെ ഇരിക്കണം, നമ്മുടെ ദേഹം സ്ട്രെയിറ്റായിട്ട് വെക്കണം, ഇതെല്ലാം എങ്ങനെയെല്ലാം കണ്ണ് മൂക്ക് ഇതൊക്കെ എങ്ങനെ കേന്ദ്രീകരിക്കണം എന്നുള്ളതെല്ലാം പഠിച്ചു. അങ്ങനെയുള്ള പരിശീലനത്തിലൂടെ ഭഗവാനിൽ മനസ്സ് ഉറപ്പിക്കണം. അതിനു മുന്നേ സമചിത്തത നേടണം. കർമ്മങ്ങളെ മനസ്സുകൊണ്ട് ഇന്ദ്രിയാദി വിഷയങ്ങളിൽ നിന്ന് മാറ്റി മനസ്സുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം. സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എല്ലാം തീർന്ന് യോഗാവസ്ഥയിലെത്തുന്നു. അതിലേക്കുള്ള മാർഗങ്ങൾ പലതാണ്. ഇങ്ങനെയൊക്കെയാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം നമ്മൾ ഒരു ആത്മീയതയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ വെച്ച് നിർത്തേണ്ടി വന്നാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്നുള്ള സംശയം വരുന്നു. അതിനുത്തരമായിട്ട് ഭഗവാൻ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു. അത് എത്ര നമ്മൾ തുടങ്ങി വെച്ചാലും അത്രയും നല്ലതാണ്. കാരണം ഒരു ജന്മം കൊണ്ടൊന്നും തീരുന്നതല്ല. പുണ്യങ്ങളും പാപങ്ങളും കർമ്മവാസനകൾ മുഴുവനായിട്ടും തീർക്കുക എന്നുള്ളത് ഒരു ജന്മത്തിൽ നേടുന്നതല്ല. അടുത്ത ഈ ജന്മത്തിൽ എത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അടുത്ത ജന്മത്തിൽ നമ്മൾ നല്ലൊരു കുലത്തിൽ തന്നെ ജനിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത ഇങ്ങനെയുള്ള ഭഗവാനിലേക്കുള്ള കാര്യങ്ങൾ നടത്തുന്നതിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിയും. അത് സ്വാഭാവികമാണ്. അതിൽ നിന്ന് വീണ്ടും നമുക്ക് പുണ്യമാർജിക്കാം. വീണ്ടും അടുത്ത ജന്മം വരുമ്പോൾ ഇനിയും നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക തന്നെയാണ്. അങ്ങനെ ഒരു അവസ്ഥ എത്തുമ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും എല്ലാം അവസാനിക്കുന്ന ഒരവസ്ഥ എത്തുന്നു. അതായിരിക്കും നമ്മുടെ ജന്മങ്ങളുടെ അവസാനം. പിന്നീട് ഒരു പുനർജന്മം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ജന്മത്തിലും നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ തീവ്രത കൂട്ടി കൊണ്ടുവരികയാണ്. എന്തിനാണ്? ഭഗവാന്റെ അടുത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ഭഗവാനിൽ ലയിക്കാനുള്ള ഒരു തീവ്രത മനസ്സിൻ്റെ. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാഹ്യമായിട്ടുള്ള യാതൊരു ചേഷ്ടകളിലും നമുക്ക് യാതൊരു താല്പര്യവും തോന്നില്ല. കാരണം എനിക്ക് അതിനേക്കാളിലൊക്കെ നല്ല ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറയുന്ന മാതിരിയാണ്.
ഇപ്പം ഞാൻ പണ്ട് എൻ്റെ ഫ്രണ്ട്സായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഫ്രണ്ടല്ല. കാരണം എന്താ, എനിക്ക് ഏറ്റവും ദ ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദ ബെസ്റ്റ് ഫ്രണ്ട് കിട്ടിക്കഴിഞ്ഞു. അതാരാണ്? ഭഗവാനാണ്. എനിക്കിനി മറ്റുള്ളവരുടെ ആവശ്യം അത്ര തന്നെ ഇല്ല എന്ന് വിചാരിച്ച് അവർ തള്ളിക്കളയുന്നൊന്നുമില്ല. ഓക്കെ, അവരവിടെ നിന്നോട്ടെ. ഞാൻ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോടാണ് സംസാരിക്കുക. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ കിട്ടി. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഒരു യോഗിയായിട്ട് മാറുന്നത്. അപ്പോൾ ധ്യാനയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് അർജുനന് പറഞ്ഞ് മനസ്സിലായി. അർജുനൻ്റെ സംശയങ്ങളെല്ലാം തന്നെ ഭഗവാൻ ഓരോന്നോരോന്നായിട്ട് തീർത്തു കൊടുത്തു. എങ്ങനെയുള്ളവനാണ് ധ്യാനയോഗികളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഒരു ഉപദേശവും കൊടുത്തു. അതുകൊണ്ട് അർജുന, നീ ധ്യാനയോഗിയായി തീരൂ. കാരണം നേരത്തെ പറഞ്ഞല്ലോ, തപസ്വികളുണ്ട്, കർമ്മം ചെയ്യുന്നവരുണ്ട്, ജ്ഞാനികളുണ്ട്. ഇവരെല്ലാം എന്തിനു വേണ്ടിയിട്ടോ ആണ് ചെയ്യുന്നത്. അതായത് തങ്ങളുടെ കർമ്മം ഫലം ഇച്ഛിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്നും അത്ര നല്ല കാര്യമായിട്ട് എനിക്കിഷ്ടമല്ല, എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠൻ ഈ ധ്യാനയോഗിയാണ്. അതുകൊണ്ട് അർജുന, നീ അതിലേക്ക് തിരിയൂ എന്ന് ഒന്നും കൂടെ ഉറപ്പിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ 6 അധ്യായങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് 7ാമത്തെ അധ്യായമാണ് തുടങ്ങേണ്ടത്. ഓം തത് സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ 6ോऽധ്യായഃ. ഓം അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.